പൊള്ളി പൊള്ളി മാപ്രകൾക്ക് പൊള്ളി. അടുത്ത കാലത്തായി കോൺഗ്രസ് അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമങ്ങളും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോവുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വാചകം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നോവും, ചർച്ചയാകും. ബാക്കിയെല്ലാം നിങ്ങൾ സാമാന്യവൽക്കരിക്കും, പൊതുവൽക്കരിക്കും. അതെ, ഇത്രയും ദിവസം ഒക്കത്തെടുത്തുകൊണ്ട് നടന്നവരാണ്, ഗാന്ധിയന്മാരാണ്. വർഗീയതയ്ക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് നടന്നപ്പോൾ അതിനൊപ്പം കൊട പിടിച്ച് നടന്നവരാണ്. ഇപ്പോൾ ചാനൽ ചർച്ച നടത്തി മോങ്ങുകയാണ്. ഞങ്ങൾക്കെതിരെ സൈബർ അറ്റാക്ക്, കൊലവിളിയൊക്കെ. അരുൺകുമാർ പറഞ്ഞ വാചകമാണ്. സ്വന്തം നിലയ്ക്ക് വന്നപ്പോൾ പൊള്ളി. ഇത്രയും കാലം ഗുണ്ടാധരൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പല ഭീഷണിപ്പെടുത്തലുകളും വെല്ലുവിളിയും കൊലവിളിയെല്ലാം നിസാരവൽക്കരിച്ചു. ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് വന്നപ്പോൾ ഉറഞ്ഞു തുള്ളുന്നു. ചർച്ചയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യം പോലും പൃഷ്ഠം താങ്കലാണോ മാധ്യമപ്രവർത്തനമെന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തായാലും റോഷിപാൽ എന്ന ട്രീ കട്ടറിലെ റിപ്പോർട്ടർ കോൺഗ്രസിൻ്റെ പാലക്കാട് വിജയത്തിന് പിന്നിലെ SDPI ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പ്രതികരണം കൈപ്പാങ്ങിന് കിട്ടിയാൽ ഭേഷ പൂശുക. ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ ആരെങ്കിലും ഒരാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ വിവാദമാക്കി ആഘോഷിച്ചവർ, സുധാകരനും സതീശനും എന്തു പറഞ്ഞാലും പ്രത്യേക സംരക്ഷണം കൊടുത്തവരുടെ ഈ നിലവിളി കേൾക്കാൻ പ്രത്യേക സുഖമുണ്ട്. പക്ഷേ ആ നിലവിളിക്ക് അരുൺകുമാർ കൊടുത്ത മറുപടിയുണ്ട്. തൊലി ഉരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ മതി. SDPയുടെ വോട്ട് UDF സ്വീകരിക്കുന്നുണ്ടോ, SDPയുടെ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ, കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എത്ര തവണയാണ് നമ്മൾ ചോദിച്ചത്? നിങ്ങളൊരു മറുപടി പറഞ്ഞോ. SDPI ആണ് ഇവിടെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ജമാഅത്തെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ചേലക്കരയിൽ SDPയുടെ പിന്തുണ PV അൻവറിനായിരുന്നു. പാലക്കാട് പിന്തുണ മാത്രമല്ല, 7ാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും SDPയുടെ ആഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ? അത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു പ്രവർത്തകനെ കൈപ്പാങ്ങിൽ കിട്ടിയാൽ തീർത്ത് കളയണമെന്ന് പറയുന്ന ജനാധിപത്യ ബോധം കോൺഗ്രസിന് എവിടെ നിന്ന് കിട്ടി? ഇപ്പോ ഇന്നൊരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ചിട്ടാണല്ലോ, ഇപ്പോ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ചർച്ച നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ദിവസം, അതായത് 20ാം തീയതി, കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഇട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. 6 മണിയാകട്ടെ, കൈ തരിക്കുന്നു. സൗമ്യ സരിനെതിരെ സൈബർ ആക്രമണമായിട്ട് കോൺഗ്രസിന്റെ സൈബർ ടീം നടത്തിയതാണ്. സരിനേക്കാൾ വലിയ ദുരന്തമാണ് ഭാര്യയെന്ന് നിയാസ് മലബാറി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ പോസ്റ്റാണ്. ഞാൻ 6 മണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, കൈ തരിച്ചിട്ട് പാടില്ല, ഓള് ക്രിസ്ത്യൻ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത ചില വാചകങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പോസ്റ്റ് ചെയ്തു. അതിൽ പലരും തമ്പും ബ്രഷിട്ടു. കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ തമ്പും ബ്രഷിട്ടു. ഇവിടെ അതൊരു ചർച്ചയായി മാറിയില്ല. ചേവായൂര് KPCCയുടെ പ്രസിഡന്റ് തന്നെ വെല്ലുവിളിച്ചു. കോൺഗ്രസിന് സഹകരണ സംഘം വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ തീർത്ത് കളയും, കൊന്നു കളയുമെന്നാ പറഞ്ഞത്. എത്ര പ്രാധാന്യം കൊടുത്തു ഇവിടെ. അതുപോലെ തന്നെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനെങ്ങ് വരട്ടെ, എന്നിട്ട് തിരിച്ചടിക്കാം എന്ന് KPCC പ്രസിഡന്റ് തന്നെ പറയുന്ന വാചകങ്ങൾ പുറത്തു വന്നു. അടുത്ത കാലത്തായി കോൺഗ്രസ് അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമങ്ങളും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോവുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വാചകം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നോവും, ചർച്ചയാകും. ബാക്കിയെല്ലാം നിങ്ങൾ സാമാന്യവൽക്കരിക്കും, പൊതുവൽക്കരിക്കും. അങ്ങനെ പൊതുവൽക്കരിക്കേണ്ടതില്ല. അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണം എന്നതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പൊതുമണ്ഡലത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. BJPയുടെ വോട്ട് കുറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വെപ്രാളം? അതാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഞങ്ങൾ BJPയുടെ വോട്ട് കുറയുന്നതിൽ ഒരാശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. കോൺഗ്രസ് BJP എവിടെയെല്ലാം ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ വോട്ടാണ് പോയിട്ടുള്ളത്. നേമത്ത് BJP ജയിച്ചു. 60,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 14,233 വോട്ടായിട്ട് കുറഞ്ഞപ്പോഴാണ് അവിടെ BJP ജയിച്ചത്. തൃശ്ശൂർ BJP ജയിച്ചു. എങ്ങനെ? 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോ 74,000 വോട്ടിന് BJP ജയിച്ചു. അങ്ങനെ കോൺഗ്രസ് എവിടെയെല്ലാം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ BJP ജയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചില മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം ഉള്ള പാർട്ടി ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ജമാഅത്ത് ഇസ്ലാമി ആയാലും RSS ആയാലും ഈ നാട്ടിൽ ഒരു തരത്തിലും വേര് പിടിക്കരുത്, മതത്തിന്റെ പേരിൽ രാജ്യനിർമ്മാണം പാടില്ല എന്ന് അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്ന, ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന പാർട്ടി ഞങ്ങളാണ്. ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഒരിടത്തും വർഗീയതയുടെ വോട്ടില്ല. ചേലക്കരയിലാണ് ആദ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത്. പാലക്കാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. ചേലക്കരയിൽ എന്തിയെ SDPI ഒരു അഭിനന്ദന പ്രകടനം നടത്താത്തത്, ഒരു അഭിവാദ്യ പ്രകടനം നടത്താത്തത്? കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട, അത് RSSന്റെയും വേണ്ട, ജമാഅത്ത് ഇസ്ലാമിയുടെയും വേണ്ട. ഇപ്പോഴും വീണ്ടും വീണ്ടും താങ്കൾ ചോദിച്ചല്ലോ, ഒരു മറുപടി കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന് വന്നോ? നിങ്ങളുടെ മാധ്യമ ടീം ഒരു ബസ്സിൽ വെച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന അന്തസ്സോടെ പറയാൻ തയ്യാറുണ്ടോ എന്ന്.
അന്നേരം ചിപ്സ് എടുത്ത് വായിലിട്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ട്രോളുകളെല്ലാം നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ പോലും ഇവർ പറഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ SDPIക്ക്, പോപ്പുലർ ഫണ്ടിന്, NDFന്, ജമാഅത്തെ ഇസ്ലാമിക്ക് വളരണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വേണം, കോൺഗ്രസ് രാഷ്ട്രീയം അധികാരത്തിൽ വേണം. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ SDPയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഇവർ ചർച്ച പൂർത്തീകരിച്ചു. 2 ദിവസം മുമ്പ് SDPയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, ഞങ്ങൾ വേണ്ടത്ര ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നിർത്താത്തത്, UDFന് പിന്തുണ കൊടുത്തത്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ചർച്ചയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായി പറയേണ്ടവർ പറയാതെ മാറി നിന്നാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് SDPയുടെ നേതാക്കന്മാർ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് എത്ര ഒളിച്ച് കളിച്ചാലും, എത്ര മറുപടിയിൽ നിന്ന് തെന്നി മാറിയാലും കോൺഗ്രസും SDPയും തമ്മിലുള്ള പരസ്പര സഖ്യം, തെരഞ്ഞെടുപ്പ് സഖ്യം മറ നീക്കി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ്, വെറുതെ ഒരു റാലിയല്ല. കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പേ തന്നെ SDPയുടെ ആഹ്ലാദ പ്രകടനം, ആ ആഹ്ലാദ പ്രകടനം വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു, മാധ്യമങ്ങളെ ആക്രമിക്കുന്നു. അതിൽ തമ്പും പ്രശ്നം കൊടുത്തത് വിഷ്ണുനാഥാണ്, PC വിഷ്ണുനാഥാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ, ഞങ്ങളുടെ പ്രവർത്തകർ അങ്ങനെ കാണിച്ചാൽ അതിൽ ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നില്ല, ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് തെറ്റായി പോയി എന്ന് പറയുകയല്ല. PC വിഷ്ണുനാഥാണ് ഈ പോസ്റ്റിനെതിരെ കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയണമെന്ന പോസ്റ്റിന് തമ്പും പ്രശ്നം കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ചില നേതാക്കന്മാർ വന്ന് ന്യായീകരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയുമ്പോഴും CPM-നെ ആക്രമിക്കുക, പിണറായി വിജയനെ ആക്രമിക്കുക, അങ്ങനെ ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരായിട്ടുള്ള ആ വസ്തുതാപരമായ ആരോപണം മുഖ്യധാരയിൽ നിന്ന് മാറും എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. ആ ശൈലിയൊക്കെ കയ്യിലിരുന്നാൽ മതി. ഞങ്ങൾ ഇത്രയധികം ആരോപണം വരുമ്പോഴും ചേലക്കരയിൽ വൻപിച്ച വോട്ട് നേടി. ജമാഅത്തെ നിങ്ങളുടെ സഖ്യകക്ഷി അഥവാ നിങ്ങളുടെ ഒപ്പമായിരുന്നില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങളാണ്. ഒരിക്കലുമില്ല. അല്ലാതെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. 1996 ദേശാഭിമാനിയുടെ ഒരു എഡിറ്റോറിയലും വെച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. ആ എഡിറ്റോറിയൽ കൃത്യമായി വായിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്വഭാവത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ തന്നെയാണത്. ഇവിടെ ഏതെങ്കിലും കൃത്യമായി വസ്തുത വച്ചുള്ള ചോദ്യം വരുമ്പോൾ അതിൽ നിന്ന് തെന്നി മാറാൻ നിരവധി ആരോപണങ്ങൾ സ്ഥിരമായി ഉന്നയിക്കുക. ഇവിടെ ഇതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഐ ആം ആൻ ഇലക്ഷൻ എക്സ്പെർട്ട്, ഐ ആം ഒരു ഇലക്ഷൻ പാസ്നിസ്റ്റ് ആണ്, അതുപോലെ സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ട് ആണ് എന്തെല്ലാം സ്വയം പറഞ്ഞ് ഈ ചേലക്കരയിൽ തോൽവിയുണ്ടെങ്കിൽ അതിന് ഞാനാണ് ഉത്തരവാദി, എന്റെ മറ്റേ ഇവിടുത്തെ തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് നേട്ടം എന്ന് പറഞ്ഞല്ലോ. എന്തിയെ നേട്ടമില്ലാതെ പോയത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് നിങ്ങൾ ആഞ്ഞടിക്കുമായിരുന്നല്ലോ. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നേ, കൊണ്ട് നടന്നതല്ലേ, അനുഭവിച്ചോ, അത് തന്നെയാണ് പറയാനുള്ളത്. അല്ലാതെ നേരിനും നീതിക്കും ഒപ്പം നിൽക്കാതെ നെറുകെട്ടവന്മാരെ പേറിയതല്ലേ. നാറിക്കോ, ഏറ്റുവാങ്ങിക്കോ. നല്ലത് ചെയ്യാത്തതും വിഷപ്പാമ്പുകളെ പോറ്റു വളർത്തിയവർക്കെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. പാലക്കാട് ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടില്ലേ? വ്യാജനെ വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ സകലമാന വിഷപ്പാമ്പുകളെയും തോളിലേറ്റിയിട്ടുണ്ട്. അവരോടൊപ്പം നടന്നവർക്ക് ആദ്യ ഡോസ് കിട്ടിയപ്പോഴാണ് ഈ നിലവിളി. ഇനിയിപ്പോൾ ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ. വ്യാജൻ്റെ മോകൾ ഇതിനേക്കാൾ തീവ്രമാകും. കാര്യം വ്യാജൻ ഈ മാപ്രകളെ ഉപയോഗിച്ചാണല്ലോ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതും. ഇപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ ഒന്ന് ഭേഷ പൂശാൻ തുടങ്ങിയപ്പോഴാണ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് മോങ്ങൾ നടത്തുന്നത്. ഒരു കാര്യമില്ല, ഒരു ഇടപെടലിൻ്റെ ആവശ്യവുമില്ല, വച്ചനത്തിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനാണ് അരുൺകുമാർ ഈ രീതിയിലുള്ള മറുപടിയും പറഞ്ഞു വെച്ചത്.